കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി യേശുതനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശുതനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി കാഹളം കാതുകളിൽ കേട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി ദൈവദൂതർ പൊൻവീണകൾ വീട്ടിടറായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35-ാം സങ്കീർത്തനം 3-ാം വാക്യം. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്ന വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നുവെന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ വാക്യം. ദൈവത്തോട് ഇടപെടാനും തൻ്റെ ശത്രുക്കൾക്കെതിരെ പോരാടുവാനും ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും രക്ഷയുടെയും ഉറപ്പ് തേടുകയും ചെയ്യുകയാണ് ഈ വാക്യത്തിൽ. ദൈവം ദാവീദിൻ്റെ രക്ഷയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആശ്വാസത്തിൻ്റെയും ഉറപ്പിൻ്റെയും വാക്കുകൾ പറയണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ വാക്യം. യുദ്ധത്തിൽ ദൈവിക ഇടപെടലിനും ദൈവ സാന്നിധ്യത്തിൽ ആത്മീയ ആശ്വാസത്തിനും സുരക്ഷയ്ക്കും വേണ്ടി രക്ഷയുടെ ഉറവിടമായി ദാവീദിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ മധ്യത്തിൽ നിൻ്റെ സംരക്ഷണവും കാവലും സുരക്ഷിതത്വവും അനുഭവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.